ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണമുണ്ടായിരിക്കുകയാണ്. ചക്കക്കൊമ്പൻ വീട് തകർത്തു. ചിന്നക്കനാൽ സ്വദേശി ഐസക്കിന്റെ വീടാണ് ചക്കക്കൊമ്പൻ തകർത്തത്. സമീപവാസികൾ ചേർന്ന് പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തി. വിവരങ്ങൾ നന്ദുഷയായിരിക്കും തരിക. നന്ദു, ഗുഡ് മോർണിംഗ്. ഇതാ ചക്കക്കൊമ്പന്റെ ആക്രമണം വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. എപ്പോഴാണ് ആക്രമണം ഉണ്ടായത്? പറയൂ. പൂജ, തുടർച്ചയായി മൂന്നാം ദിവസമാണ് ചക്കക്കൊമ്പന്റെ ആക്രമണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ ആനയിറങ്കലിനും ശാന്തൻപാറയ്ക്കും ഇടയിലുള്ള റേഷൻ കട ചക്കക്കൊമ്പൻ തകർത്തിരുന്നു. അരി ഉൾപ്പെടെ ഉള്ള ഭക്ഷ്യസാധനങ്ങൾ ആന ഭക്ഷിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്ന് വീണ്ടും 301 കോളനിയിൽ തമ്പടിച്ചിരുന്ന ആന ഐസക് എന്ന ആളുടെ വീട് തകർക്കുകയുണ്ടായി. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അതൊരു തകര ഷീറ്റൊക്കെ വെച്ച് നിർമ്മിച്ച ഒരു ചെറിയ ഷെഡായിരുന്നു. ആ ഷെഡ് പൂർണ്ണമായും ആന തകർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ റേഷൻ കടകൾക്ക് നേരെയും വീടുകൾക്ക് നേരെയും തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് നേരെയും ഒക്കെ ആന ആക്രമിക്കാനായി എത്തുന്നത് വളരെയധികം ഭീതി ഉളവാക്കുന്നുണ്ട്. മേഖലയിൽ RRT സംഘം ഉണ്ടെങ്കിലും ഇന്നലെ നടന്ന ആക്രമണത്തിൽ പോലും ആനയെ തുരത്തിയത് നാട്ടുകാരുടെ ഇടപെടലാണെന്നുള്ള ഒരു ആക്ഷേപവും പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം RRT സംഘം വളരെ വൈകിയാണ് എത്തിയത്. നാട്ടുകാർ അതിന് മുൻപേ തന്നെ ആനയെ തുരത്തിയ ഒരു കാഴ്ചയും കൂടി ഇന്നലെ കണ്ടു. അതുകൊണ്ട് ചക്കക്കൊമ്പന്റെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ വനം വകുപ്പിനോട് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, 2 ആഴ്ച മുൻപാണ് മുറിവാലൻ എന്ന കൊമ്പനെ ചക്കക്കൊമ്പൻ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം നിരവധി ആക്രമണങ്ങൾ ചക്കക്കൊമ്പന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോഴിതാ അരിക്കൊമ്പന്റെ പാത പിന്തുടർന്നുകൊണ്ട് റേഷൻ കടയിൽ ആക്രമിച്ച് അരി കഴിക്കുന്ന ഒരു പ്രവണത കൂടി ചക്കക്കൊമ്പൻ ആവർത്തിച്ചു വരികയാണ്. ഇത്തരത്തിൽ തുടർന്നു കഴിഞ്ഞാൽ ഏതാണ്ട് അരിക്കൊമ്പന്റെ ആ ഒരു രീതിയിലേക്ക് തന്നെ അന്ന് നമ്മൾ കണ്ട പ്രക്ഷോഭങ്ങളൊക്കെ പോലെ തന്നെയുള്ള വലിയ സമരങ്ങളിലേക്ക് ചിന്നക്കനാൽ വീണ്ടും കടക്കുമെന്നാണ് ഇപ്പോഴുള്ള സൂചന.